spoke a word, you were singing over me. You've been so, so good to me. Before I took a breath, you breathed your life in me. You've been so, so kind to me. Oh, the overwhelming, never-ending, reckless love of God. Oh, it chases me down, fights till I'm found, leaves a 99. I couldn't earn it, I don't deserve it, still you give yourself away. Oh, the overwhelming, never-ending, reckless love of God. Yeah. When I was your foe, still your love fought for me. You've been so, so good to me. When I felt no worth, you paid it all for me. Yeah. You've been so, so kind to me. Oh, the overwhelming, never-ending, reckless love of God. Oh, it chases me down, fights till I'm found, leaves a 99. I couldn't earn it, I don't deserve it, still you give yourself away. Oh, the overwhelming, never-ending, reckless love, God, yeah. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിനാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം ഓ എൻ ജീവന്റെ ആധാരം ക്രൂശിലൻ യേശുവിൻ
ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല വരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല വരനെ. അരികിൽ നടുവിൽ വീരുന്നൊരു കുന്നി പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൻ നടുവിൽ വീരുന്നൊരു കുന്നി പരിമള തൈലം പകരുമൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയത്ത് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ആ ദിവസം കടന്നു വരുവാനും ഒരുമിച്ച് പഴയനാട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. കർത്താവിന്റെ കൃപ ധാരാളം പകർന്നു ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ഭവനത്തിൽ പ്രിയ ഫിലിപ്പ് സഹോദരൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടെ അങ്ങോട്ട് യാത്ര ചെയ്യാം. യാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ക്ഷേമത്തിനായിട്ടും പ്രാർത്ഥിക്കാം. നമുക്ക് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിട്ട് കടന്നു വന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്ന വാത്സല്യം ഫോൺ ചെയ്യും കഴിഞ്ഞ നാടുകളിൽ കർത്താവ് പരിപാലിച്ചതിനെ ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലവണ ഉണക്കാം. ഞങ്ങളെ അളവിടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് ക്ഷേമത്തോടെ കാത്തു പരിപാലിച്ചു. കർത്താവേ, പ്രഭാതം കണ്ടുണരുവാനും തിരുമുഖത്തേക്ക് നോക്കുവാനും തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ, അവിടുത്തെ ചിറകൻ കീഴിൽ ഞങ്ങളെ അവിടുന്ന് ഭദ്രമായിട്ട് പരിപാലിച്ചു. ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഒക്കെ ഞങ്ങൾക്ക് വിടുതൽ തന്ന് കർത്താവേ, ഇന്ന് രാവിലെ കാലം യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഒരു പ്രാവശ്യം കൂടി ഓർക്കുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ഇതെല്ലാ ഉപകാരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്തു പകരം കൊടുക്കും? രക്ഷയുടെ മാനപാത്രം എടുത്ത് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ കർത്താവെ, ആ വലിയ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് രുചിച്ചറിയുവാനായിട്ട് ഇടയായതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഈ ദൈവം ഇന്നൊന്നേക്കും ഞങ്ങളുടെ ദൈവം എന്ന് പറയുവാൻ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തിയത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഈ വാത്സല്യ ഭവനത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, ഭവനത്തെ ഞങ്ങൾ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ എല്ലാ കരുതലും കൃപയും അവരുടെ മീതെ ചൊരിഞ്ഞു കൊടുത്ത് അവരെ നടത്തിയ വിധങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. വിശേഷാൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം നീ അവിടെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അതുപോലെ അനിലെയും കുടുംബത്തെയും അവിടുത്തെ ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അറിയുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും കുടുംബമായിട്ട് കഴിഞ്ഞ നാളിൽ അവരെ പരിപാലിച്ചു. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, യുകെയുടെ പ്രദേശങ്ങളിൽ അവരെ നീ എടുത്ത് പരിപാലിച്ച് ജോലി കൊടുത്ത് കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ അവരെ ബലപ്പെടുത്തിയത് ഓർത്ത് തിരുനാമത്തിന് സ്തോത്രം. അവർക്ക് നല്ല കുടുംബജീവിതം നൽകി കൊടുത്തു. മക്കളെ ദാനമായി നൽകി കർത്താവെ, അവർക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവെ, 4 പെൺകുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവർ ദൈവഭയത്തിൽ വളരുവാനും ദൈവകൃപയിൽ ശരണപ്പെടുവാനും ഇടയാക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവെ, മൂത്ത മകൾ ഫേബയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവളുടെ പഠിത്ത കാര്യങ്ങളിൽ കൂടെ ഇരുന്ന് അവളെ സഹായിച്ചു. യേശു ക്രിസ്തുവിനെ രക്ഷകനും രക്ഷിതാവായി അംഗീകരിക്കാനുള്ള വലിയ ഭാഗ്യം നീ അവർക്ക് നൽകി കൊടുത്തു. ആ മകളെന്നുള്ള ദൈവ മകളെന്നുള്ള ആ വലിയ പദവിയോടുകൂടെ ജീവിക്കാനുള്ള എല്ലാ കൃപകളും നീ എടുത്തു കൊടുക്കുന്നുണ്ട്. സ്തോത്രം. അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി കൊടുത്തു. അവൾക്ക് ജോലിയെ നൽകി കർത്താവെ, അതിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ അവള് വിവാഹപ്രായം എത്തിയപ്പോൾ കർത്താവെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നുള്ള ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, അവൾക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് ഇടയായതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം.
ആ വിവാഹത്തിന്റെ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങള് ഇപ്പോൾ കർത്താവെ വളഞ്ഞാട്ട് ഓഡിറ്റോറിയത്തിൽ കടന്നു പോകുന്ന കർത്താവെ യാത്രയിൽ വേണ്ടുന്ന എല്ലാ ക്ഷേമവും തന്ന് സഹായിക്കുമാറാകണം. കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ നടക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ ആരംഭിക്കുന്ന കുടുംബജീവിതം കർത്താവെ, അവരുടെ കുടുംബം ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവജനത്തെ മാനിക്കുന്ന കുടുംബമായി തീരുവാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമേ. ലോകത്തിൽ ദൈവത്തെ മാനിക്കുന്ന ഒരു കുടുംബം കൂടെ ഉണ്ടാകുവാൻ കർത്താവ് അവിടുന്ന് പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷ നയിക്കുന്ന, അതുപോലെ വചനം സംസാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും ആവശ്യമായ സ്വർഗ്ഗകൃപ അവിടുന്ന് നൽകി അവിടുന്ന് സഹായിക്കണമേ. ആദിയിൽ ദൈവം അവരോട് കൂടെ ഇരുന്ന് കർത്താവ് അവരെ പരിപാലിക്കുമാറാകണം. മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ വരും ദിവസങ്ങൾ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾക്കായി ഒരുക്കിയിരിക്കുന്ന മകന് വേണ്ടി ഞങ്ങൾ വിശേഷ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു പക്ഷെങ്കിൽ അവരിപ്പോൾ യാത്രയിലായിരിക്കും. യാത്ര വേണ്ടുന്ന എല്ലാ ക്ഷേമവും കൊടുത്തവരെ നീ അവിടുന്ന് തക്ക സമയത്ത് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ നാമം മാത്രം ഇതിൽ കൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടുകൊണ്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. മാനവും മൊത്തത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാവലും നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വിശേഷാൽ ഇന്നത്തെ വിവാഹ നിശ്ചയ ശുശ്രൂഷന്മേലും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. I've been held in your hands from the moment that I wake up until I lay my head. Oh, I will sing of the goodness of God. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire. Darkest night, you were close like no other. I've known you as a father, I've known you as a friend, and I have lived in the goodness of God. Oh, all my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. Your goodness is running after, it's running after me. Your goodness is running after, it's running after me. With my life laid down, I'm surrendered now. I give you everything. Your goodness is running after,
goodness of God. I will sing of the goodness of God. I'm gonna sing of the goodness of God. എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അകത്തേക്ക് കടന്നു വന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഞങ്ങളുടെ മണ്ണാർത്തറ സ്ഥലസഭയിലെ ശുശ്രൂഷന്മാരുള്ള ഒരാളായിരിക്കുന്ന KC ചാക്കോ സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് ഇന്നത്തെ കൂടിവരൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദേശത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷേമത്തോടെ ഇന്ന് പകൽക്കാലം എത്തിച്ചേരുവാൻ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ലഭിച്ച സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ വചനത്തിൽ വായിക്കുന്ന പോലെ ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലൊന്നും പറയുവാനില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ കർത്താവ് നീ ചെയ്തതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ യാതൊന്നും നൽകി തന്നിട്ടില്ല. അത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദീർഘമാസങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ധന്യ നിമിഷത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഇരുഭവനങ്ങളും തമ്മിൽ കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചില ആലോചനകളൊക്കെ നടക്കുവാനിടയായി. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇന്ന് പകൽക്കാലം ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമകൻ ജെവിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ബാല്യം മുതൽ അവൻ്റെ പഠനകാര്യങ്ങളിൽ, അവൻ്റെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ജോലി കാര്യങ്ങളിലും കഴിഞ്ഞ നാളുകൾ അവനെ സഹായിച്ചു. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോയ്ക്കായിട്ട്, അവരുടെ കുടുംബത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പന്നിവരുടെ കുടുംബത്തിനായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. പ്രിയ അനിലിനായിട്ട്, സുജയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവർക്ക് ദാനമായി കൊടുത്ത മകൾ ബേബയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് ഈ നിലയിൽ ഈ ഓഡിറ്റോറിയത്തിൽ സമ്മേളിക്കുവാൻ തക്കവണ്ണം എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കണം കർത്താവേ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ കർത്തൃദാസനായിട്ട് സ്തോത്രം. വിവിധങ്ങളായി ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സകലത്തിലൂടെയും ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയാക്കണം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂടിയൊരു മുഖാന്തരം
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ദൈവാസന്നിധിയിൽ ഒരു അനുഗ്രഹ വിഷയവും ദൈവനാമം മഹത്വപ്പെടുന്നതിലും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കാൻ ഇടയാക്കണം. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ തുടർന്നുള്ള എല്ലാ മിനിറ്റുകളിലും അവിടുത്തെ സ്വർഗീയ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. അനുകൂലമായ കാലാവസ്ഥ തന്നു, അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നൽകി തന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള എല്ലാ കാര്യാദികളോടത്തെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൊടുത്ത കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ആവശ്യമായ നന്മകളാൽ നിറയ്ക്കണേ. ആദിയോടൊന്നും ഭരിക്കണം. മഹത്വവും മാനവും അവിടുന്ന് തന്നെ എടുക്കണം. എല്ലാ വടിയങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബ്രദർ. അടുത്തതായിട്ട് ഗായക സംഘം നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. സർവനന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ കൊടുദിനം തോറും നടക്കുന്ന പൊന്നീടയനന്ദ വന്ദനമേ. എൻ്റെ പൊന്നീടയനന്ദ വന്ദനമേ. മന്നിടത്തിലടിയൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയും. സന്നാഹമോടെ സ്തുതി പാടിയിടുന്നു. ദേവസന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ. ദൈവസന്നിധിയിലേക്ക് നാം ഈ നിലയിൽ എടുത്തു വരുവാൻ്റെ ഗുണം കർത്താവ് ഒരുക്കി തന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം കടന്നു വന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത്. പ്രിയ മകൾ ഫേബ അനിലിൻ്റെയും പ്രിയ ജെബിൻ തോമസിൻ്റെയും വിവാഹ നിശ്ചയ ശുശ്രൂഷയാണല്ലോ ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. വിവിധ ഇരു കുടുംബങ്ങളോടും ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയംഗമായി അവരെ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. മണ്ണാർത്തറ പ്രഥമ സഭയും അതിനോടുള്ള ബന്ധത്തിൽ അവരുടെ ചുറ്റുപാടും കടന്നു വന്ന എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. TMM അസംബ്ലിയോടുള്ള ബന്ധത്തിലും കടന്നു വന്ന എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഹേബയുടെയും ജെബിൻ്റെയും കുടുംബത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ടല്ലോ. എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു.
ഇവിടെ നാം ഇങ്ങനെ കടന്നു വന്നെങ്കിലും പലരും പരിചയമുള്ളവരും അന്യോന്യം സഹകരിച്ചിട്ടുള്ളവരും സഹകരിക്കുന്നവരും ഒക്കെയാണ്. ആ നിലയിൽ അനുഗ്രഹീതമായിരിക്കുന്ന കൂടിവരവാണ് ഇന്ന് പകൽക്കാലം ദൈവം ദാനം ചെയ്തിരിക്കുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായിരിക്കുന്ന നാമത്തിൽ ഹൃദയംഗമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിലയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ സ്ക്രിപ്ചർ റീഡിങ്ങിനായിട്ട് ജേക്കബ് തോമസിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. മണ്ണാർത്തറ സഭയിലെ ശുശ്രൂഷകന്മാരിൽ ഒരാളായിരിക്കുന്ന സഹോദരൻ ജേക്കബ് തോമസ് രാജു മുൻപോട്ട് കടന്നു വന്ന് ദൈവവചനം പാരായണം നടത്തുന്നതായി. പ്രൈസ് ദി ലോർഡ്. 34 സങ്കീർത്തനം സാംസ് 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പയക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ആമേൻ. താങ്ക് യു ബ്രദർ ജേക്കബ് തോമസ്. ഇപ്പോൾ രണ്ട് സഹോദരന്മാരും മുൻപോട്ട് കടന്നു വന്ന് ഇന്നത്തെ കൂടിവരൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒന്ന് സുവിശേഷകൻ ഫിലിപ്പ് മാത്യു, അതേ തുടർന്ന് സാമുവൽ എബ്രഹാമും മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. പല സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് കർത്താവെ ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കടന്നു വരുവാനായിട്ടുള്ള അവസരം ഒരുക്കി തന്നതോർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് ക്ഷേമത്തോടെ പരിപാലിച്ചു. ആവശ്യമായ എല്ലാ നന്മകളും ഉയരത്തിൽ നിന്ന് ദാനം ചെയ്ത് ഞങ്ങൾ അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവിക പരിപാലനത്തിനായിട്ടും സ്വർഗീയ സുരക്ഷിതത്തിനായിട്ടും തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. പ്രിയ പൈതൽ ജെവിനായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ അവനെ നീ അവിടുന്ന് പരിപാലിച്ചു. ആ കുടുംബത്തെ കർത്താവ് അവിടുന്ന് വിശ്വാസത്തിൽ നിലനിർത്തിയതോർത്ത് തിരുനാമത്തിന് സ്തോത്രം. അവനാവശ്യമായ വിദ്യാഭ്യാസം നൽകി അവൻ്റെ യൗവനപ്രായത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുവാനും ദൈവപൈതലായി തീരുവാനും ഉള്ള ഭാഗ്യം കൊടുത്തു. അവൻ്റെ വിദ്യാഭ്യാസത്തിൽ എല്ലാം അവനോട് കൂടെ ഇരുന്ന് ഇപ്പോൾ വിവാഹപ്രായം എത്തിയപ്പോൾ കർത്താവെ അവന് ഒരു തക്കതായ തുണിയെ അവിടുന്ന് കാണിച്ചു കൊടുത്തതോർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. മകൾ ഫേബയ്ക്കായിട്ട് സ്തോത്രം. അവിടെ കുടുംബത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവളും കർത്താവെ ദൈവത്തെ അറിയുവാനും യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുവാനും ദൈവപൈതലായി തീരുവാനുള്ള ഭാഗ്യം നീ അവിടുന്ന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവളുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ ഇരുന്നു ജോലി കാര്യങ്ങൾ ആവശ്യമായ സ്വർഗീയ കൃപ കൊടുത്ത് ഓരോ ദിവസവും പരിപാലിക്കുന്ന ഓർത്ത് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ ഇരു കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് കർത്താവെ അനേക നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർ കർത്താവെ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ മുന്നോടിയായിട്ട് ആ വിവാഹത്തിൻ്റെ നിശ്ചയത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കിടയാക്കിയുണ്ട്. സ്തോത്രം. അവർക്ക് ആവശ്യമായ സ്വർഗീയകൃപ കൊടുത്ത് ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ സ്വർഗീയകൃപ കൊടുത്ത് തുടർന്ന് അവരെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായി തീരുവാൻ കർത്താവ് അവർക്ക് സഹായിക്കുമാറാകണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഞങ്ങളെ ഓർപ്പിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ ചേർക്കുവാനായിട്ട് വേഗം വരും. ആ വലിയ പ്രത്യാശയിൽ ഞങ്ങൾ ഓരോ ദിവസവും ജീവിപ്പാനിടയാക്കണമേ. ശുശ്രൂഷ അവിടുന്ന് ആദരിക്കുമാറാകണം, മാനിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടുകൊണ്ട് സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ അതിമുഖത്തുള്ള നാമത്തിൽ വഴി അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. നിന്റെ മക്കളായ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളുമായിരുന്നു ഞങ്ങൾക്കൊന്നിച്ച് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അംഗത്തിലേക്ക് കടന്നു വരുവാൻ തൊക്കൊണ്ട് അവിടെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. യാത്രാക്ഷേമം കൊടുത്തു, അനുകൂല കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. എല്ലാത്തിനായിട്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ അടിങ്ങൾക്ക് കടന്നു വരുവാനും ഇരു സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സഹായിച്ച വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. ജോയുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോയിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവനായിരുന്ന സ്ഥാനങ്ങളൊക്കെയും പരിപാലിച്ചു. ദൈവത്തിൻ്റെ കരുതലുണ്ടായിരുന്നു, യാത്രാക്ഷേമം കൊടുത്തു. തക്ക സമയത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ ഓർക്കുവാനും അവിടെ സഹായിച്ച വലിയ കൃപയെ ഓർത്ത് സ്തോത്രം. ചില നാളുകളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ അവൻ്റെ വിവാഹ സമയമായപ്പോൾ കർത്താവിനെ ഞങ്ങൾക്ക് നോക്കുവാനും അതിനെ വരുവാനും തക്കവണ്ണം അവിടെ സഹായിച്ച വലിയ കൃപയെ ഓർത്ത് സ്തോത്രം. അവനായിരുന്ന സ്ഥാനങ്ങളൊക്കെയും പരിപാലിച്ചല്ലോ, നന്ദിയോടെ ഓർക്കട്ടെ. അനിലെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും UK പ്രദേശത്ത് നിന്ന് യാത്ര ചെയ്ത് പ്രിയ മകളും ഒന്നിച്ച് കടന്നു വരുവാൻ കൊണ്ട് അവിടെ സഹായിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഏവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊടുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അവരെ പഠിപ്പിക്കുവാനും വളർത്തുവാനും ഒക്കെയും ദൈവത്തിൻ്റെ കൃപ അവർക്കൊക്കെയും കൊടുത്തതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ. തുറന്നുള്ള ശുശ്രൂഷയെ അവിടുന്ന് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായിട്ട് അനുകൂല സാഹചര്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ തൊക്കണം, ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിപ്പാൻ തൊക്കണം. കർത്താവിനെ ഓരോ നിലയിലും കർത്താവിനെ സ്തുതിച്ച് മുന്നോട്ട് പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് ചില സംശയം കൂടെ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോട് സ്തോത്രം. സകലവും വാഴ്ത്തപ്പെട്ട രക്ഷകന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയിൽ സഹകരിച്ച രണ്ട് സഹോദരന്മാർക്കും പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും.
ചെറുതും വരികില്ല പരനെ ഗുരുവരനായി കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ ഇതുവരെ എന്നെ കരുതിയതാണ് ഇനി എനിക്കെന്നും തവ കൃപ മതിയാം ഇതുവരെ എന്നെ കരുതിയതാണ് ഇനി എനിക്കെന്നും തവ കൃപ മതിയാം കരുണയിൽ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷഭൂമി മറുവിലെനിക്ക് കരുണയിൽ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷഭൂമി മറുവിലെനിക്ക് ഇരവിലെ തോളിയായി പകലിലെ തനലായി ഒരു കൊഴുതും നീ പിരിയുകയില്ല ഇരവിലെ തോളിയായി പകലിലെ തനലായി ഒരു കൊഴുതും നീ പിരിയുകയില്ല ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗാനം ആലപിച്ച പ്രിയ ലെസ്ലിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നാം ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയും സങ്കീർത്തന വായനയൊക്കെ ആയിട്ടിരുന്നാൽ പോരല്ലോ. നമ്മെ വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ പ്രിയ സഹോദരൻ അനിൽ പി ജോൺ മുൻപോട്ട് കടന്നു വന്ന് അറിയിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ മകൾ ഫേബയും തിരുവല്ലയിൽ ടീമം ബ്രദർ അസംബ്ലിയിൽ കൂടി വരുന്ന കരിക്കനാം പൊയ്കയിൽ സഹോദരൻ ജോർജ് കുട്ടി തോമസിൻ്റെയും സഹോദരി ലീന ജോർജിൻ്റെയും മകൻ ജെബിൻ ജോർജും തമ്മിലൊരു വിവാഹാലോചനയുണ്ടായി. ആ ആലോചനയുടെ പൂർത്തീകരണത്തിനായിട്ടാണ് ഇരുസഭകളിലെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയൊക്കെയും ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്. ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ധാരണ എന്താണെന്ന് ജെബിൻ്റെ ഉത്തരവാദപ്പെട്ടവർ പറയണമെന്ന് അപേക്ഷിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രദർ അനിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. ഞാനതിനോട് യോജിക്കുന്നു. ഇവിടെ നിങ്ങളെ ഒരു കാര്യം മാത്രം എൻ്റെ പേര് പറഞ്ഞപ്പോൾ ജോർജ് കുട്ടി തോമസ് കരിക്കനാം പൊയ്കൽ പറഞ്ഞു. അത് ഞാൻ തന്നെ ജോ എണ്ണക്കാടാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിമും വീട്ടുപേരുമാണ് പറഞ്ഞത്. എൻ്റെ വിളിപ്പേരും എൻ്റെ കുടുംബ പേരും എണ്ണക്കാട്ട് തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ചില മാസങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു ഞങ്ങളുടെ ഒരു കുടുംബം തമ്മിൽ. അതിൽ പ്രകാരം സഹോദരൻ അനിലിൻ്റെയും അതുപോലെ തന്നെ സഹോദരി സുജയുടെയും മകൾ ഫേബയും ഞങ്ങളുടെ മകൻ ജെവിനുമായിട്ട് ഒരു വിവാഹാലോചന ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഇന്നേ ദിവസം ഇവിടെ വെച്ച് വിവാഹ നിശ്ചയവും തുടർന്ന് നിവേദിതമായാൽ ഈ 26-ാം തീയതി
2 ദിവസം കൂടെ കഴിഞ്ഞ് ശനിയാഴ്ച തിരുവല്ല മെഡിക്കൽ മിഷൻ ബ്രദർ അസംബ്ലിയുടെ ചുമതലയിൽ കാലത്ത് 10:30 തിരുവല്ലയിലുള്ള അലക്സാണ്ടർ മാർത്തോമ വലിയ പത്രോപ്പൊലിത്ത സ്മാരക ഹാൾ, അതായത് ACS കോമ്പൗണ്ടിലുള്ള ഹാളിൽ വെച്ച് വിവാഹം നടത്തി വരൻ്റെ വീട്ടിൽ ഭവനപ്രവേശനം നടത്തുന്നതിനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു ധാരണ. അത് തീരുമാനമാക്കി തരണമെന്ന് ഈ സഭയോട് അഭ്യർത്ഥിച്ചുള്ളൂ. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അത് തീരുമാനമാക്കി തന്നെ നമുക്ക് തീരുമാനമെടുക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രിയ അനിൽ പി ജോണിനായിട്ടും പ്രിയ ജോ എണ്ണക്കാരനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും ആ കുറി ഇപ്പോൾ നമുക്ക് കൈമാറണം. അതിനു മുൻപായിട്ട് നിയുക്ത വധുവരന്മാർ സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് വിശേഷാൽ എല്ലാവർക്കും കാണാനുള്ള ആഗ്രഹമുണ്ടല്ലോ. സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കണം. അതോടുകൂടെ നമുക്ക് കുറി ഇവിടെ ക്രമീകരിച്ച് തരുന്നതായിരിക്കും. അത് മാതാപിതാക്കന്മാരോട് ചേർന്ന് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ചേർന്ന് കടന്നു വരാവുന്നതാണ്. പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. യേശുവില്ലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരരേ, ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനേ. ലോകരെല്ലാം കൈവെടിഞ്ഞാലും സുഖഭാരമേറിയാലും യേശുരക്ഷകൻ താങ്ങും തണലുമാ, അവനെന്നെ മറക്കുകയില്ല, മൃത്യുവീതും കൈവിടില്ല, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, തുമ്പം ദുഃഖങ്ങൾ
ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ സാരോരിൻ പരീനീർ പുഷ്പം അവരെ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരരേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരരേ മഹിമയിൽ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കും അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ സാരോണിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ സാരോണി പരീനീർ പുഷ്പം അവരെ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരരേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരരേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരരേ കുറി കൈമാറുന്നതിന് മുൻപായിട്ട് ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അങ്ങാടി വില്ലേജിൽ മണ്ണാറത്ര കരയിൽ പന്നിപ്പുഴ വീട്ടിൽ ശ്രീ അനിൽ പി ജോണിൻ്റെയും ശ്രീമതി അച്ചാമാവി ഏബ്രഹാമിൻ്റെയും മകളും ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് മണ്ണാറത്ര സഭാംഗവുമായ ഫേബ തങ്കം അനിലും പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ പുറമുറ്റം വില്ലേജിൽ പുറമുറ്റം കരയിൽ കരികനാമ്പൊയ്കയിൽ വീട്ടിൽ ശ്രീ ജോർജ് കുട്ടി തോമസിൻ്റെയും ശ്രീമതി ലീന ജോർജിൻ്റെയും മകനും തിരുവല്ല മെഡിക്കൽ മിഷൻ സഭാംഗവുമായ ജെബിൻ തോമസ് ജോർജും തമ്മിലുള്ള വിവാഹം ദൈവഹിതമായാൽ 2024 ആണ്ട് ഒക്ടോബർ മാസം 26-ാം തീയതി പകൽ 10:30 തിരുവല്ല മെഡിക്കൽ മിഷൻ സഭയുടെ ചുമതലയിൽ SCS ഓഡിറ്റോറിയം തിരുവല്ലയിൽ നടത്തി വരൻ്റെ ഭവനത്തിൽ വീട് കയറുന്നതിന് ഇരുഭാഗത്തു നിന്നുള്ള സഭാപ്രതിനിധികളും ബന്ധുജനങ്ങളും ചേർന്ന് ഇന്നേ ദിവസം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. വരൻ്റെ പിതാവ് ജോർജ് കുട്ടി തോമസ്, വധുവിൻ്റെ പിതാവ് അനിൽ പി ജോൺ, സഭാമൂപ്പൻ VS വർഗീസ്, സാക്ഷികളായി KV മാത്യു, കുരുവിള തോമസ്. ഇതാണ് എഴുതിയിരിക്കുന്ന രേഖ. അതിപ്പോൾ രേഖ കൈമാറുന്നതിനായി ഉത്തരവാദപ്പെട്ടവരെ മുൻപോട്ട് കടന്നു വരണം എന്നപേക്ഷിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച വലിയവനായിരിക്കുന്ന ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. അത് തുടർന്ന് നമുക്ക് ഒരു വചന ശുശ്രൂഷ കേൾക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതിനായിട്ട് നാം ദൈവസന്നിധിയിലിരിക്കുകയാണ്. നമ്മുടെ കുടിയേറുകളിലേക്കും ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സ്വഭാവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ദൈവസന്നിധിയിൽ വചന ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, നാം എല്ലാവർക്കും പരിചിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട KV മാത്യു സാർ അവറുകളാണ്. മണ്ണാറത്ര സ്ഥലസഭയുടെ സുവിശേഷകന്മാരിൽ ഒരാളും മണ്ണാറത്ര
സഭയുടെ എൽഡേഴ്സിനൊരാളും ദേശമൊട്ടാകെ അനേക വർഷങ്ങളായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന കർത്തൃദാസനാണ്. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായ അല്പ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് വിടുതൽ കൊടുത്ത് ഇന്ന് ക്ഷേമത്തോടെ കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. തന്നിൽ നിന്നും കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അതിനു മുൻപായി ഇവാഞ്ചലിസ്റ്റ് സജീവ് വർഗീസ് മുൻപോട്ട് കടന്നു വന്ന് ഇത്രത്തോളം നമ്മെ സഹായിച്ചതിനെ ഓർത്തും തുടർന്നുള്ള വചനശ്വരുടെ അനുഗ്രഹത്തിനായിട്ടും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇവാഞ്ചലിസ്റ്റ് സജീവ് വർഗീസ്. മഹത്വമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയെ അനുഭവിക്കുന്ന ഒരു പകൽക്കാലം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോട് ബന്ധപ്പെട്ട് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും സ്വർഗം ഞങ്ങൾക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയതിനായി സ്തോത്രം. വിശേഷാൽ ജിബിനായിട്ട് ഫേബയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ ഇത്രത്തോളം കൊണ്ടുവരുവാൻ പ്രിയ മാതാപിതാക്കൾക്കും കൊടുത്ത പ്രത്യേകമായ സ്വർഗീയ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം പ്രത്യേകമായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവിക നിശ്ചയത്തിൻ്റെ ആ ഒരു പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുകയും ആ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവിൽ ആശ്രയിച്ച് ആലോചിച്ച് മുൻപോട്ട് പോയ കാര്യത്തിന് ദൈവ സഭയായി കൂടി വന്ന ഒരു തീരുമാനത്തിലെത്തുവാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ആ കുഞ്ഞുങ്ങൾ ഇരുവരും ഒന്നായി തീരണം എന്നുള്ള ദൈവിക നിർണയത്തിൻ്റെ ഒരു നിശ്ചയം ഇന്ന് ഇവിടെ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, ശനിയാഴ്ച ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതോട് ബന്ധപ്പെട്ടും തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ ദൈവകൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് അവിടുന്ന് തത്സമയത്ത് നൽകിക്കൊണ്ടിരിക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇരു സഭകൾക്കായും സ്തോത്രം, ഇരു കുടുംബങ്ങൾക്കായും സ്തോത്രം. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്ന് ഞങ്ങൾ അല്പസമയം ദൈവവചനത്തിൻ്റെ മുൻപിലിരിക്കട്ടെ. അവിടുത്തെ ശ്രേഷ്ഠദാസനെ ആ നിലയിൽ കർത്താവ് ഒരുക്കി കൊണ്ടുവന്നിരിക്കിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ദൂത് ഞങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം ദൈവകൃപയും ദൈവാത്മാവിൻ്റെ നടത്തിപ്പും തൻ്റെ മേലുണ്ടായിരിക്കണം. ആ നിലയിൽ പ്രാർത്ഥിക്കട്ടെ, ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ. സകല മഹത്വവും കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്തോഷകരമായ വേദിയിൽ, ഈ സദസ്സിൽ നിങ്ങളോടൊത്ത് സന്തോഷിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ വല്ല അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും വളരെ അടുത്തവരുമാണ്. ഫേബ എൻ്റെ തൊട്ട അയൽവാസിയാണ്. തലമുറകളായിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു ഭവനമാണ്. ഫേബയുടെ ശൈശവപ്രായം മുതലേ വളരെ അടുത്ത് അറിയാം. അനിൽ എൻ്റെ കൂടെ സജീവമായിട്ട് അനേക സ്ഥലങ്ങളിൽ സ്കൂളുകളിലെ പ്രവർത്തനത്തിനൊക്കെ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച ഒരു കാലം ഞാൻ ഓർക്കുന്നു. ആ കുടുംബത്തിൽ, ആ സന്തോഷത്തിൽ അവരോടൊത്ത് ഞാനും സന്തോഷിക്കുകയും പങ്കുചേരുകയും ചെയ്യുന്നു. വിശേഷാൽ ജോയുമായിട്ട് എൻ്റെ ബാല്യപ്രായം മുതലേ, ജോയുടെ ബാല്യപ്രായം മുതലേ വളരെ അടുത്ത് ഇടപെട്ട ഒരു കുടുംബമാണ്. വിശേഷാൽ പ്രിയ ജോയുടെ വൈഫ് ലീന എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളാണ്. അങ്ങനെ ഒരു കുടുംബ ബന്ധം ഞങ്ങൾക്ക് ഉണ്ട്. ആ ഭവനവുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ രണ്ട് കുഞ്ഞുങ്ങളും ചേർന്നുള്ള ഒരു വിവാഹ ആലോചന വന്നപ്പോൾ അതിൽ ഞാനും സന്തോഷിച്ചു. ഇന്ന് അവർ വിവാഹ നിശ്ചയം നടക്കുകയായിരുന്നു. കർത്താവ് വിശേഷാൽ സഹായിക്കട്ടെ. 2 ദിവസം കൂടെ കഴിയുമ്പോൾ ആ വലിയ സമ്മേളനം നടക്കുകയാണ്. അതിൽ നമുക്ക് വീണ്ടും സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഈ സന്ദർഭത്തിൽ ദൈവജനത്തിൻ്റെ ചില ആലോചന അല്പസമയം പങ്കുവെക്കുവാനായി ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ദീർഘമായൊരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ തുനിയുന്നില്ല. അല്പനിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചില ആലോചന നമുക്ക് ചിന്തിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ
ഞാൻ ക്രിസ്തു എന്ന പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത് സഭയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. പുരുഷൻ ആരാണ്? ക്രിസ്തു. ക്രിസ്തു എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് ഈ ഭൂമിയിലെ ദൈവസഭ. പിടികിട്ടുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. സ്വർഗത്തിലെ ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് ഈ ഭൂമിയിലെ സഭ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിൽ പ്രിയ മോന് വേണ്ടി ഇന്ന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടത് ഫേബയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും വേണ്ടി സ്വർഗത്തിലെ കർത്താവുമായി വിവാഹ നിശ്ചയം കാലാകാലങ്ങളായി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ വിവാഹത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ആ വലിയ വിവാഹം നടക്കാൻ പോകുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ കർത്താവിനോടുകൂടെ നാം ഒരുമിച്ച് സമ്മേളിക്കുന്ന നല്ലൊരു ദിവസം. പാട്ടുകാരൻ പാടുന്ന പോലെ, ആ മണവറയ്ക്കടുത്ത് നീ അണയും സമയത്ത് ശ്രീ മഹാരാജ്ഞി നിന്നെ കാണുവാൻ സ്വർഗ കാമിനി ഗണം അമിത കുതുകമോട് ആദരാൽ അരികെ വരും, തവ കൈകളെ കാന്തൻ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ആ മനോഹരമായ മണിയറയിലേക്ക് 1000 വിശുദ്ധന്മാര് കടന്നു വരുമ്പോൾ സ്വർഗ കാമിനി ഗണം, സ്വർഗത്തിലെ ദൂതഗണം അമിത കുതുകമോട് അത്യാർത്തിയോട് അരികെ വരും. പക്ഷേ തവ കൈകളെ കാന്തൻ പിടിക്കും. ആ നല്ല ദിവസം നമ്മുടെ മുൻപിൽ ഒരുക്കപ്പെടുകയാണ്. ബൈബിളിൽ ഈ വിവാഹ നിശ്ചയം വല്ലതും നടന്നായിട്ട് വല്ല രേഖയുണ്ടോ? ഉണ്ട്. ലോകത്തിലെ ആദ്യത്തെ വിവാഹ നിശ്ചയം നടന്നത് ആരുടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. ആദമിൻ്റെ ആയിരുന്നു. അതെവിടെ വെച്ചായിരുന്നു? ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നോ അതോ സ്വർഗത്തിൽ വെച്ചായിരുന്നോ? ഏതായാലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ തക്കതായ ഒരു തുണയെ അവൻ ഒരുക്കി കൊടുക്കും എന്ന് പിതാവായ ദൈവം പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ്, പിതാവായ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. മനുഷ്യൻ തല്ലിക്കൂട്ടിയ പരിപാടിയല്ലിത്. മനുഷ്യൻ്റെ ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും സഭയുടെ ആലോചനയിൽപ്പെട്ടതല്ലിത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് അല്പം രസകരമായ ഒരു കാര്യം ഓർക്കുകയാണ്. ആദമിൻ്റെ മുൻപിൽ കൂടെ എല്ലാ മൃഗങ്ങളും ഇങ്ങനെ കടന്നു പോവുകയാണ്. അതെല്ലാം ഈരണ്ടായിട്ടാണ് പോകുന്നത്. എല്ലാ മൃഗങ്ങളും ആണും പെണ്ണും ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ഈരണ്ടായിട്ട് കടന്നു പോകുന്നു. ആദം അവയ്ക്ക് പേര് വിട്ടു. എല്ലാം കടന്നുപോയി കഴിഞ്ഞപ്പോൾ ആദം ചുറ്റും നോക്കി തന്നോടുകൂടെ ഇരിക്കാൻ, തൻ്റെ ഹൃദയമൊന്ന് പങ്കുവെക്കാൻ, തൻ്റെ ചിന്തകളൊന്ന് ഷെയർ ചെയ്യുവാൻ ആരുമില്ല. ഞാൻ ഏകൻ. ഈ സമയത്താണ് സ്വർഗത്തിലെ ദൈവം പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം, ദൈവത്തിന് അബദ്ധം പറ്റിയോ? ഇല്ല. എല്ലാ മൃഗങ്ങളും ഈരണ്ട് ആണും പെണ്ണുമായി സൃഷ്ടിച്ച ദൈവത്തിന് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ മണ്ണെ കുറെ എടുത്ത് ഒരു പെണ്ണിൻ്റെ രൂപപ്പെടുത്തി ഒരു ശ്വാസമൊക്കെ കൊടുത്ത് ആദമിനോടൊപ്പം അവിടെ നിർത്തിക്കൂടായിരുന്നു? ഇല്ല. എന്താ ദൈവം ചെയ്തെന്നറിയാമോ? ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചിന്ത, ആദമിന്
ഞാൻ ഏകനാണ്, എനിക്കൊരു തുണ ആവശ്യമുണ്ട്, ഒരു കൂട്ടാളി ആവശ്യമുണ്ട് എന്നൊരു ചിന്ത ഉണ്ടാകുന്ന സമയം വരെ ദൈവം കാത്തിരുന്നു എന്നൊരു ചിന്തിക്കാൻ കഴിയും. കൂടാതെ ആദമിനോടൊപ്പം ഒരു ഹവ്വയെ കൂടെ ഉണ്ടാക്കി കൊടുത്തിരുന്നു എങ്കിൽ ഹവ്വ കുറെ കഴിയുമ്പം പറഞ്ഞേനെ, പിന്നെ നിങ്ങൾ അധികം ഒന്നും പൊങ്ങണ്ട, നമ്മൾ രണ്ടും ഒരു മൺകട്ടയുടെ ഭാഗമാണ്. ഇത് പറയാൻ ദൈവം അനുവദിച്ചില്ല. മാത്രമല്ല, ആദമിന് ഗാഠനിദ്ര വരുത്തിയിട്ട്, ഞാൻ നോക്കുന്നു എന്ന് പറയട്ടെ, ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെ ഓപ്പറേഷൻ നടന്ന അവിടെയാണ്. ഒരു വലിയ ഓപ്പറേഷൻ, ചെറുതല്ല. ഇവിടെ നേഴ്സുമാർക്കൊക്കെ അറിയാം. ഒരു വാരിയൽ ഇളക്കി എടുത്ത് അവിടെ മാംസമൊക്കെ പിടിപ്പിച്ച് ഈ വാരിയല് രൂപപ്പെടുത്തി ഒരു മനുഷ്യനാക്കി എടുക്കണേൽ അത്ര ചെറിയ കളിയൊന്നുമല്ല. അങ്ങനെ ഒരു സ്ത്രീയെ രൂപപ്പെടുത്തി അടുത്തു കൊണ്ടുവെക്കുമ്പോൾ ആദമിന് പറയുവാൻ കഴിയുന്നത്, ഇത് എൻ്റേത്. അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത. അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ ബന്ധം ദൃഢമാകുന്നത്. ഇത് എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണിത്, ഇത് എൻ്റേത്. ഈ ബന്ധം ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത അവിടെയാണ്. അതുകൊണ്ടാണ് ദൈവം മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ച കൂട്ടത്തിൽ ആദമിന് തുണയെ കൊടുക്കാഞ്ഞത്. തക്ക തുണയെ ദൈവം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതം എത്ര മനോഹരമാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഒന്നായിരുന്നു. ദൈവം അതിൻ്റേതായ സമയത്ത് അതെല്ലാം ചെയ്തു. അബ്രഹാമിന് മകന് വേണ്ടി ഇസാക്കിന് വേണ്ടി ഭാര്യ എടുക്കണം. എലിയാസറിനെ വിളിച്ചു പറഞ്ഞു, നീ ചെന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കണ്ടെടുത്തുകൊണ്ട് വരണം. എലിയാസർ പോയി. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ആ അധ്യായം മുഴുവൻ ആ വിവാഹാലോചനയുടെ കാര്യമാണ്, വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യമാണ്. അവിടെ ചെന്ന് പെൺകുട്ടിയെ കണ്ടു, റിബേക്കയെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒന്ന് രാത്രിയോടെ പാർത്തു, ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ചു. രാവിലെ പോകാൻ തുടങ്ങുമ്പോൾ അവളെ വിളിച്ചു പറഞ്ഞു, എന്താ പരിപാടി? എലിയാസർ പറഞ്ഞു, എനിക്കിനി താമസിക്കാൻ പറ്റില്ല, എനിക്ക് പോകണം, ഇവളെ എൻ്റെ കൂടെ വിടണം. അപ്പം വീട്ടുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു 10 ദിവസം കൂടെ താമസിക്കട്ടെ. പറച്ചിൽ കേട്ടാൽ തോന്നി അവൾ ഹോസ്റ്റലിലെങ്ങാണ്ടായിരുന്നു, ഇപ്പോഴും വന്നതേ ഉള്ളൂ. അല്ല, അവിടെ താമസിക്കാതെ വീട്ടുകാർ കുറച്ചുകൂടെ താമസിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവളെ വിളിച്ചു ചോദിക്കാം. അപ്പോൾ അവർ വിചാരിച്ചത്, അവളെ വിളിച്ചു ചോദിക്കുമ്പോൾ അവളും അതങ്ങനെ സമ്മതിക്കുമെന്നാണ് വിചാരിച്ചത്. കൊച്ചേ, നിന്റെ അഭിപ്രായം കേൾക്കട്ടെ, നീ ചെറുക്കനൂടെ പോകുന്നോ? അവൾ എടുത്തു വായി പറയുകയാണ്, ഞാൻ പോകുന്നു. എന്താ കാരണം എന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഇസ്ഹാക്കിനെ കുറിച്ചുള്ള കേൾവി, ഇസ്ഹാക്കിനെ കുറിച്ച് അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്കിനി അവിടെ നിൽക്കുവാൻ ആഗ്രഹമില്ല. ആ പുരുഷന്റെ പിന്നാലെ പോകുവാൻ അവൾ തയ്യാറായി. അങ്ങനെ അവർ പുറപ്പെട്ടു. യാത്ര ചെയ്യുമ്പോൾ ബേർലഹരയിലോ എത്തുമ്പോൾ അങ്ങകൽ നിന്ന് ഒട്ടകപ്പുറത്ത് വരുന്ന ആ ഇസ്ഹാക്കിനെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് എനിക്ക് വേണ്ടി ഒരുക്കിയ യുവാവാണെന്ന്. കുടുംബജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങൾ, ദൈവം ഒരുക്കി തന്ന അനുഗ്രഹമായ രംഗങ്ങൾ എത്ര മനോഹരമാണ്. എന്നാൽ ഇന്നതെല്ലാം തട്ടിത്തെറിപ്പിച്ചു പോകുന്ന, ഞാൻ അടുത്ത കാലത്ത് വായിച്ചൊരു വാർത്ത ഇങ്ങനെയാണ്. ഗ്രേസ് എന്ന ഒരു ബ്രിട്ടീഷ് യുവതി തന്നെത്താൻ കല്യാണം കഴിച്ചു. പിടികിട്ടിയോ? ഗ്രേസ് എന്നാ പേര്, നല്ല സുന്ദര പേര്, ഗ്രേസ്. ബ്രിട്ടീഷ് യുവതി. അവൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ആരെയാ? എന്നെ തന്നെ. ചൊല്ലുന്നതും പറയുന്നതും എടുക്കുന്നതും എല്ലാം അവൾ തന്നെ. അവളെ തന്നെ കെട്ടി. അപ്പോൾ കാലങ്ങൾ എവിടം വരെ എത്തിയിട്ടുണ്ട്? പോവട്ടെ, അതൊരു ഭാഗത്ത്. പിന്നെ പെണ്ണിനെ കെട്ടുക. പെണ്ണുകെട്ട് തന്നെയാണ് ഇപ്പം നടക്കുന്നത്. പെണ്ണുകെട്ട്, അതാണല്ലോ പെണ്ണുകെട്ട്. പെണ്ണിനെ കെട്ടുക, ചെറുക്കനെ കെട്ടുക.
വാസ്തവത്തിൽ അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കാം, മൃഗത്തേക്കാൾ മനുഷ്യൻ അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു മൃഗവും അങ്ങനെ ബന്ധം പുലർത്താറില്ല. ഒരു മൃഗവും ഇണചേരുമ്പോൾ പുരുഷനുമായി സ്ത്രീയുമായി ഇണചേരാറില്ല. പക്ഷേ മനുഷ്യൻ ഇന്ന് മൃഗത്തേക്കാൾ, മൃഗതുല്യമെന്നല്ല, മൃഗത്തേക്കാൾ അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. ഞാൻ വാക്കുകൾ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഇത് വലിയൊരു മർമ്മമാണ് കേട്ടോ, ഇത് വലിയൊരു മർമ്മമാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ക്രിസ്തു എന്ന പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇന്ന് നടന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഫേവയുടെ വിവാഹം നടക്കണം, നല്ല കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയമായിരുന്നു ഇത്. അവെല്ലാം പ്രാർത്ഥിച്ചു. ഇന്ന് ആ വിവാഹ നിശ്ചയം നടന്നു. ഇനി അടുത്ത ദിവസം, ഒത്തിരി ദിവസമൊന്നുമില്ല, 2 ദിവസം എണ്ണി. ഇന്ന് ബുധൻ അല്ലേ? ഇന്ന് ബുധൻ, വ്യാഴം വെള്ളി 2 ദിവസം എണ്ണി കഴിഞ്ഞ് 3-ാം ദിവസം കുടുംബത്തിൽ പ്രവേശിക്കുക അല്ലേ? ആ ദിവസം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങുകയാണ്. ഞാനൊരു വാക്ക് പറയട്ടെ. ഈ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇതുവരെ ഉടമ്പടി ചെയ്യാത്തവരോടുണ്ടെങ്കിൽ വളരെ ലളിതമായ ഭാഷയിൽ ഞാൻ പറയട്ടെ, ഇന്ന് കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നതുപോലെ യേശു കർത്താവുമായി ജീവിതത്തിൽ ഒരു ഉടമ്പടി ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ഇപ്പോൾ തന്നെ അതിന് സന്ദർഭമായി തീരട്ടെ. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചവനും മരണത്തെ ഉയർത്തേന് ജീവിക്കുന്നവനുമായ യേശു കർത്താവുമായി നമ്മുടെ ജീവിതം അങ്ങോട്ട് പങ്കുവെച്ച് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ യേശു എൻ്റെ എന്ന് പറയുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവുമായി ജീവിതത്തിൽ ഒരു ഉടമ്പടി ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ജീവിതത്തിൽ സാധിക്കാവുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം. മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും നമ്മിൽ സാധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണതാണ് യേശു കർത്താവുമായി ഉടമ്പടി ചെയ്യുക. നീ ഏത് സഭക്കാരനാണ്, ഏത് മതക്കാരനാണ്, ഏത് ഭാഷക്കാരനാണ് എന്നൊന്നും വിഷയമല്ല. യേശു കർത്താവുമായി നിന്റെ ഹൃദയം പങ്കുവെച്ചിട്ടുണ്ടോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, നരകത്തിന് വിധിക്കപ്പെട്ട പാപിയാണ്. ഈ നരക ശിക്ഷയിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അങ്ങേ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി ഞാനൊന്ന് സ്വീകരിക്കുന്നുവെന്ന് ആരേറ്റു പറയുമോ അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് വീണ്ടെടുപ്പുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുവാൻ കഴിയും. മുമ്പ് നാം ചിന്തിച്ചതുപോലെ ആ മണവറയ്ക്കടുത്ത് നീ അണയും സമയത്ത് നിന്നെ കാണുവാൻ സ്വർഗ കാമിനീകണം ദൂതന്മാർ ഓടി വരും. എന്നാൽ പ്രിയൻ നിന്റെ കയ്യെ പിടിക്കും. നീ വിടപ്പെടുമോ അതോ ചേർക്കപ്പെടുമോ? യേശു കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുവാൻ ഇനി കാലങ്ങളേറെയില്ല. ആ കാഹള ശബ്ദത്തെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച ദൈവമക്കൾ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ നാം കർത്താവിനോട് കൂടെയായിരിക്കും. പിന്നെ നാം പിരിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇരു ഭവനങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു നാം ഓരോരുത്തരും അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ഇടവരട്ടെ. ഇതുവരെയും ഈ വിശ്വാസത്തിലേക്ക്, ഈ കൃപയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഇതൊരു പ്രത്യേക ദിവസമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവുമായി ഉടമ്പടി ചെയ്യുന്ന ദിവസമായി തീരട്ടെ. അതിനെ ദൈവം ഇടയാക്കട്ടെ. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ ദാസൻ കെ എം സാറിനോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നന്ദി പ്രകടനത്തിനായിട്ട് സഹോദരൻ അനീഷ് പി ജോൺ മുൻപോട്ട് കടന്നു വരുന്നതായിരിക്കും. അനിലിൻ്റെ ഏക സഹോദരനാണ്. പ്രിയ സഹോദരനെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായിട്ടുള്ള
കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാനും പ്രിയ കുഞ്ഞുങ്ങളുടെ ജെവിൻ്റെയും ഫെബമോളുടെയും വിവാഹ നിശ്ചയത്തിന് സാക്ഷികളായി തീരുവാനും കർത്താവ് നന്നായി സൗഭാഗ്യത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കാം. കന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, നമ്മുടെ കർത്താവിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവിന് നന്ദിയല്ലാതെ ഒന്നും പറയുവാൻ ഞങ്ങൾക്കില്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നല്ല കാലാവസ്ഥ തന്ന് കർത്താവ് നമുക്കെല്ലാവർക്കും കടന്നു വരുവാൻ അവസരങ്ങളെ ഒരുക്കി ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ദൈവീയ സാന്നിധ്യത്തിൽ ഈ നിശ്ചയം നടക്കുവാനും കർത്താവ് വഴികളെ തുറന്നല്ലോ. അതിന് ഞാൻ കർത്താവിന് വളരെ നന്ദി പറയുന്നു. ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെയും നന്ദി കർത്താവിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പന്നിമഴ കുടുംബത്തിൻ്റെയും എണ്ണക്കാട്ട് കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഞങ്ങളെ സ്നേഹിച്ച കടന്നു വന്ന എല്ലാവരോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടുമുള്ള ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെയും നന്ദി ഈ സമയക്കാലം അറിയിക്കുകയാണ്. നിങ്ങൾ കടന്നു വന്നതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും, കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൽ സാക്ഷികളായി തീർന്നതിനും എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ ഈ സമയക്കാലം അറിയിക്കുകയാണ്. മാത്രമല്ല, മണ്ണാർത്തറ ബ്രദറൻ സഭയാണ് ഈ ഒരു ശുശ്രൂഷ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എൻ്റെ പ്രിയ ജ്യേഷ്ഠനും കുടുംബവും അതുപോലെ തന്നെ ഞങ്ങളും കുടുംബവും ഏകദേശം 20-ൽ അധികം വർഷമായിട്ട് UK-യിലാണ് ആയിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ കർത്താവ് അനുവദിച്ചായിരിക്കുന്നത്. ഇവിടെയുള്ള ശുശ്രൂഷകളോ അതിനോടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അറിവോ പ്രാഗൽഭ്യവുമില്ല. എന്നാൽ മണ്ണാർത്തറ ദൈവസഭയിലുള്ള എൽഡേഴ്സും സഹോദരങ്ങളും ഈ വിഷയത്തിൽ ഞങ്ങളെ വളരെ സഹായിക്കുകയും ഞങ്ങളെ ഗൈഡ് ചെയ്യുകയും ഞങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ചോദിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് മണ്ണാർത്തറ ബ്രദറൻ സഭ. ആ സഭയോടുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് നന്ദി പറയുന്നു, ദൈവസഭയ്ക്ക് നന്ദി പറയുന്നു. ദൈവസഭയിലുള്ള ഓരോ സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ ലീഡ് ചെയ്ത മണ്ണാർത്തറ സഭയിലെ എൽഡറായിരിക്കുന്ന ബ്രദർ VS വർഗീസ് കുഞ്ഞുമൻചാൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രിയച്ചാനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ശുശ്രൂഷ ആദ്യം മുതൽ കോർഡിനേറ്റ് ചെയ്യുവാനും കണ്ടക്ട് ചെയ്യുവാനും കർത്താവ് പ്രിയ ദൈവദാസനെ ബലപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനോടുള്ള നന്ദിയെ ഈ സമയക്കാരൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അനുഗ്രഹിക്കേണ്ട മെസ്സേജാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയ കുഞ്ഞുങ്ങൾ വിവാഹ നിശ്ചയം നടക്കുന്ന ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ആ ഭാഗ്യകരമായ അവസ്ഥയും പ്രത്യാശയും പറഞ്ഞുകൊണ്ട് പ്രിയ ദൈവദാസൻ ദൈവവചനത്തിൽ നിന്ന് നമ്മളെ ഉണർത്തിക്കുകയുണ്ടായല്ലോ. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മളേവരും അതിനുവേണ്ടി റെഡിയാകണം, പ്രത്യാശയോടിരിക്കണം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രിയ കുഞ്ഞുമൻചാനോട് KV മാത്യു സാർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പ്രിയ കുഞ്ഞുമൻചാനോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും നന്ദി ഈ സമയക്കാലം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ സഹായിച്ച എല്ലാ ദൈവദാസന്മാരോടും വചനം ഇവിടെ നിന്ന് വായിച്ച പ്രിയ രാജാനോടുമുള്ള നന്ദിയെയും ഈ സമയക്കാലം ഞാൻ അറിയിക്കുകയാണ്. TMM ബ്രദറൻ സഭയിൽ നിന്ന് പ്രിയ കടന്നു വന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. എണ്ണക്കാട്ട് ഭവനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാവരെയും ആ സഭയെയും കർത്താവിൻ്റെ നാമോഹത്വത്തിനായിട്ട് ഓർപ്പിച്ച് അവരോടുള്ള നന്ദിയെ ഈ സമയക്കാലം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ
മണ്ണാർത്തറ സഭയിൽ നിന്നും ഞങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും ഞങ്ങളുടെ ചർച്ചക്കാരും ബന്ധുക്കാരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അയൽവാസികളുമുണ്ട്. അവരോടും കടന്നു വന്നതിലുള്ള ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജെവിൻ്റെയും ഫേബയുടെയും വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കടന്നു വന്ന സ്നേഹിതര്, സഹോദരങ്ങൾ ഇവരുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്. അവരും ഇത്രമാത്രം ദൂരെ നിന്ന് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അവരോടുള്ള നന്ദിയെ ഞാൻ ഈ സമയകാലം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടും കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്ന പല ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട്. അവരൊക്കെയും ഒരു പക്ഷെങ്കിൽ ലൈവിലൂടെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, അവരോടുള്ള നന്ദിയെ പറയുന്നു. മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം പ്രിയ ജോസ്ലിയെയും പ്രിയ ലെസ്ലിയെയും കർത്താവ് സഹായിച്ചല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ സഹോദരങ്ങളെയും അവരുടെ ടീമിനെയും കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, അവരോടുള്ള ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ലൈവ് സ്ട്രീമിങ് ചെയ്തിരിക്കുന്നത് ബിമാക്സ് ടീമാണ്. പ്രിയ ബെൻസന്റെ നേതൃത്വത്തിലുള്ള ബിമാക്സ് ടീം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടീമിനോടും ഞങ്ങൾക്കുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫുഡ് കാറ്ററിങ് ചെയ്തിരിക്കുന്നത് ഈഡൻ കാറ്റേഴ്സാണ്. അവർ വളരെ രുചികരമായിട്ടുള്ള ഫുഡ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിന് അവരവരെ അനുഗ്രഹിക്കട്ടെ, അവരോടുള്ള നന്ദിയെ അറിയുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് പ്രിയ ജോസിലിയുടെ നേതൃത്വത്തിലുള്ള S4 ഇവൻറ്റ്സ് ആണ്. അവരോടുള്ള നന്ദിയെയും ഈ സമയക്കാലം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഭാരവാഹികൾ, അവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. മാത്രമല്ല ഈ വാഹനങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് അത് കണ്ടക്ട് ചെയ്യുകയും അതിനെ ഗൈഡ് ചെയ്യുകയും ചെയ്ത പ്രിയ 2 സഹോദരങ്ങൾ വെളിയിലുണ്ട്. അവരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയെ അറിയിക്കുകയാണ്. ദൈവമക്കളെ, ഇവിടെ നമ്മൾ വിവാഹ നിശ്ചയത്തിൽ കേട്ടതുപോലെ ദൈവഹിതമെങ്കിൽ 2 ദിവസത്തിന് ശേഷം 26-ാം തീയതി കർത്താവിൻ്റെ വരവ് താമസിച്ചുവെങ്കിൽ 26-ാം തീയതി തിരുവല്ലയിൽ വെച്ച് ആ വിവാഹ നിശ്ചയത്തെപ്പറ്റി നമ്മൾ കേട്ടല്ലോ. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രിയ കുഞ്ഞുങ്ങളെ ഓർക്കണമേ. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കടന്നു വന്ന എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 2 കുടുംബങ്ങളുടെയും നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. കടന്നു വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. മാത്രമല്ല ഇതിന് ശേഷം കടന്നു വന്ന എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്ന സീറ്റുകളിൽ തന്നെ ഇരുന്നാൽ മതി. അവിടെ അവർ ഫുഡ് സെർവ് ചെയ്യുന്നതായിരിക്കും. അത് സമയമെടുത്ത് കഴിച്ച് സന്തോഷിച്ച് ഫെലോഷിപ്പ് ആചരിച്ച് മാത്രമേ നിങ്ങൾ കടന്നു പോകാവൂ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഫുഡിന് ശേഷം ഐസ്ക്രീം ഡെസേർട്ട് വെളിയിൽ കരുതിയിട്ടുണ്ട്. സീറ്റുകളിലല്ല, നമ്മൾ വെളിയിലേക്ക് പോയി അതിലും ഭാഗമായിട്ടായിട്ട് മാത്രമേ കടന്നു പോകാവൂ എന്ന് ഞാൻ ഓർപ്പിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ കൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ അനീഷ് എല്ലാവർക്കും നന്ദി പറഞ്ഞു. പ്രിയ അനീഷിനോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി ഞാനും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സുവിശേഷകൻ CS തോമസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. അതിനെ തുടർന്ന് ആഹാരത്തിന് വേണ്ടിയും താൻ സ്തോത്രം ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ 7 വർഷക്കാലം ഒറീസയുടെ പ്രദേശ കർത്താവിൻ്റെ മഹത്വമാർന്ന സേവ ചെയ്തിട്ട് തൽക്കാലം ഇപ്പോൾ നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടെയായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പ്രത്യേകമായി ഈ പ്രാർത്ഥനയ്ക്കായിട്ടും ആശീർവാദത്തിനായിട്ടും ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്.
സ്വർഗപിതാവേ, ഞങ്ങൾ വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സ്വർഗീയമായ കരുതലും കാവലും ഞങ്ങൾക്കുണ്ടായിരുന്നതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ഇരു കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും പ്രിയപ്പെട്ടവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു യാതൊരാപത്തുണർത്തവും കൂടാതെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുവാനും കർത്താവെ, ഈ ആത്മീയ അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അയവിറക്കുവാൻ ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയാക്കി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ഞങ്ങൾക്കൂടെ കൂടുവാനിടയായി തീർന്നു. ഏറ്റവും യോഗ്യമായ നിലയിൽ അത് പൂർത്തീകരിപ്പാൻ കോണും കർത്താവ് സഹായിച്ചു. അതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ ഇരുവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ജബിനായി നന്ദിയോട് സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെയും അവിടുത്തെ കൃപ അവൻ്റെ മേൽ ചൊരിഞ്ഞു. കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ ഇത്രത്തോളം സഹായിച്ചു. നന്ദിയോട് സ്തോത്രം. അതുപോലെ ഞങ്ങളുടെ പ്രിയ പൈതൽ ബേബയ്ക്കായി നന്ദിയോട് സ്തോത്രം. അവൾക്കും കൊടുത്ത എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട് ജീവിപ്പാനിടയായതിനായി ഇരു കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. തക്ക സമയത്ത് കർത്താവെ, അവർക്ക് വേണ്ടി തക്കതായ തുണ അവിടുന്ന് ഒരുക്കിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അത് കർത്താവെ, ഇന്ന് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി ആ വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇരു കുഞ്ഞുങ്ങളെയും ഇരു കുടുംബങ്ങളെയും ഇരു സഭകളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, തുറന്നുള്ള നാളുകളിൽ ആത്മീയ ബലത്തോടെ ആത്മീയ ശക്തിയോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഏവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടുവാൻ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ, അതുപോലെ വിവിധ ആത്മീയ ശുശ്രൂഷകൾ പങ്കുവയ്പ്പാൻ സഹായിച്ചതിനായി സ്തോത്രം. വചന ശുശ്രൂഷയ്ക്കായി അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയാണ്. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനിടയാക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും യേശു കർത്താവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈ ആത്മമണവാളനുമായിട്ടുള്ള ബന്ധമെത്തിയിട്ടില്ലെങ്കിൽ, സ്വർഗത്തിലെ ദൈവമേ, ഈ വചന ശുശ്രൂഷ അതിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിക്കുവാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആ വലിയ ഭാഗ്യ പദവി തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മമണവാളനായ കർത്താവ് ഞങ്ങളെ ചേർക്കുവാൻ വേഗം വരുന്നതിനായി സ്തോത്രം. അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം, ഞങ്ങളുടെ ആത്മനാഥന്റെ ആത്മമണവാളന്റെ വരവുവരെയും വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായി സ്തോത്രം. കർത്താവെ, തിരുവിധമെങ്കിലോ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം 26-ാം തീയതി ശനിയാഴ്ച നടക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ ദൈവകൃപ അവിടുന്ന് നൽകണമേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അത് നടക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഈ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി തുടർന്നും ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങൾ തുറന്നുള്ള ഞങ്ങളുടെ ഈ വിരുന്നിലുമൊക്കെ അവിടുത്തെ കൃപയുള്ളതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി വീണ്ടും സ്തോത്രം. വചനത്തിനായി, വചനം സംസാരിച്ച ദാസനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും ഞങ്ങളുടെ ആത്മമണവാളനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരോടും, വിശേഷാൽ ഇന്ന് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട പ്രിയ കുഞ്ഞുങ്ങളോടും തുറന്നുള്ള ശുശ്രൂഷയോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം.
സ്വർഗപിതാവായ ദൈവമേ, അനേകായിരങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകുന്നതിനായി സ്തോത്രം. സകല ജഡത്തിനും ആഹാരം നൽകുന്ന സ്വർഗപിതാവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് ഞങ്ങളുടെ കർത്താവേ, ശരീരത്തിൻ്റെ ബലത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആഹാരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ഭക്ഷിച്ച് തൃപ്തരായി അവിടുത്തെ മഹത്വത്തിനായി ജീവിപ്പാൻ ക്രിസ്തു യേശു മുഖാന്തരം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ. The splendor of a king, clothed in majesty, let all the earth rejoice, all the earth rejoice. He wraps himself in light, and darkness tries to hide. Trembles at his voice, trembles at his voice. How great is our God. Sing with me, how great is our God. And all will see how great is our God. Age to age he stands, and time is in his hands. Beginning and the end, beginning and the end. The Godhead three in one. He's the Father, Spirit, Son, Lion and the Lamb, Lion and the Lamb. How great is our God. Sing with me, how great is our God. And all will see how great is our God. Name above all names. He's the name above all names. Worthy of all praise. My heart will sing, how great is our God. Name above all names. He's the name above all names. Worthy of all praise. My heart will sing, how great is our God. How great is our God. Sing with me, how great is our God. And all will see how great is our God. And all will see how great is our God. Growing restless in the wind, searching for a brighter day, leaving yesterday behind, oh, looking forward into the light. I found you
sky is blue when I'm with you. I felt you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. Heart on fire in my chest, feel the wild rush. I can see a world awake again. Finally I feel alive. My whole world changed suddenly when I saw something heavenly. He turned my darkness into day, oh, and I could finally see the way. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive.
stand alone. All of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still. Beauty in all she is. I will be brave. I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. One step closer. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000